viewers, welcome again. Happy to see all your smiling faces. കുറച്ച് sad faces കാണുന്നുണ്ടല്ലോ. Leave all your worries because it's a very good day and we are going to deal with a very good topic also. So children, we were dealing with a very important topic, right? പ്രിയ കൂട്ടുകാരെ, എൻ്റെ ക്ലാസ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ എനിക്ക് ക്ലാസ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവൂ. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും വേണം. എന്നാലേ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് +2 ഇംഗ്ലീഷ് ക്ലാസ്സാണ്. അപ്പോൾ ടീച്ചർ ഇപ്പോൾ നമ്മളോട് പറയുന്നത്, എല്ലാവരും ഇപ്പോൾ 1 വീക്കായിട്ട് ആരും ക്ലാസ് ഒന്നും ഉണ്ടായിട്ടില്ല, ട്രയൽ ക്ലാസ് ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ചിരിക്കുന്ന മുഖം ടീച്ചറിന് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആ ടോപ്പിക് എന്ന് നമുക്ക് നോക്കാം. The previous class, do you remember? Very good. So, we were actually dealing with a topic which is the need of the hour. Can you tell me what is the topic? Yes, the 3 L's of empowerment. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ 3 L's of empowerment ആണ്. അത് ഒരു വുമണായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. Yes, it's a speech by Christine Lagarde. Very good. We have discussed the first paragraph of the speech in our previous class. അപ്പോൾ ഈ 3 L's of empowerment പറയുന്നത് ഒരു സ്പീച്ചാണ്, ക്രിസ്ത്യൻ ലഗാർഡിയുടെ സ്പീച്ചാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. So, shall we have a quick recap of the things that we have discussed? Okay. Let me see whether you have read the paragraph or not. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പം അതിനു മുമ്പ് നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ ആ പാരഗ്രാഫ് വായിച്ചോ ഇല്ലേ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. Okay, come on, tell me. So, Christine Lagarde, she was telling about a challenge in the first paragraph. She begins a speech pointing out that particular challenge. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ക്രിസ്ത്യൻ ലഗാർഡെ ഒരു ചാലഞ്ചാണ് നമുക്ക് തരുന്നത്, പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് ആ ചാലഞ്ച് എന്നാണ് ചോദിക്കുന്നത്. What was the challenge? Can you tell me? Right. Lack of participation of women in economy. Very good. That's it. Again, she has emphasized that 50% of the population represents women. അപ്പം ആ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് വുമൻ എംപവർമെൻറ്റ് ഇൻ എക്കണോമിക് ഗ്രോത്ത് ആണ്. അതുപോലെ തന്നെ അതിൽ പറയുന്നത് 50% വുമനാണ് ഉള്ളത്. ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 50% വിമൻ ആണുള്ളത്. യെറ്റ് ദി contribution of women is less in our economy. Why is it so? We have discussed that. Do you remember? ഇപ്പോൾ നമ്മുടെ വേൾഡ് പോപ്പുലേഷനിൽ 50% വുമൻ ആണ്. പക്ഷേ എന്നിട്ടും കൂടിയും വുമൻ്റെ എക്കണോമിക് ഗ്രോത്തിൽ വുമൺ വളരെയധികം താഴ്ന്ന രീതിയിലാണുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത് നമുക്ക് ഒന്ന് നോക്കാം. Very good. Because they are blocked from contributing their true potential. Actually, they have got a lot of potential in them. They have got a lot of abilities in them, skills in them, but they cannot contribute. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വുമൻസിനെ എല്ലാവരും ബ്ലോക്ക് ചെയ്തിരിക്കണം, അവരെ ട്രൂ പൊട്ടൻഷ്യലിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. വുമണിന് വളരെയധികം കഴിവുകളുണ്ട്, ഒരുപാട് കഴിവുകളുള്ളൊരു പേഴ്സണാണ് വിമൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ കഴിവുകളെല്ലാവരും തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, അവർക്കൊരു റെസ്ട്രിക്ഷൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Their potential. That is the sad part. So children,
she is also suggesting a way to remove these blocks. Isn't it? Yes. Can you tell me what is the solution for this? അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ ക്രിസ്ത്യൻ ലെഗാർഡെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയോ ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്? Very good. I know you have the answer. What is it? The 3 L's. The 3 L's can empower women. Now, which are these 3 L's? Very good, very good. The 3 L's are learning, labor and leadership. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ 3 L's ആണ്. ആ 3 L's എന്ന് പറയുന്നത് ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പാണ്. അപ്പോൾ ഇതിനെ ഓരോത്തിനെ കുറിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്രിസ്ത്യൻ ലെഗാർഡി ആ സ്പീച്ചിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം, എങ്ങനെ വുമണിനെ എംപവർമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. So, she has stated in the first paragraph that, or she has stated this in her introduction of the speech itself, that the 3 L's, learning can empower women, labor can empower women, and leadership can also empower women. Very good. I'm so happy that you have read the paragraph and you have understood the paragraph very well. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഈ 3 എൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്, ഈ 3 സംഭവം കൊണ്ട് നമുക്ക് വുമണിനെ എംപവർമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ടീച്ചർ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളെല്ലാവരും ഇത് വളരെയധികം ശ്രദ്ധയോടുകൂടി വായിച്ച് പഠിച്ചിട്ടുണ്ട്, ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എന്താണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്ന് നോക്കാം. Okay. Today we'll discuss these each L in detail. We'll discuss how learning can empower women, how labor can empower women, and how leadership can empower women. Wait. Before going to that topic, I have given you an assignment in the previous class, right? ഞാൻ മറന്നുപോയി എന്ന് വിചാരിച്ചു കാണും. No. Hope you all have attempted the assignment. Hope you all have submitted the assignment to your teachers. Yes? Very good. Now, what was the... അപ്പോൾ ടീച്ചറുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങളുടെ ടീച്ചേഴ്സിന് അത് ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ടീച്ചർ അതിനുള്ള കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ആ 3 L'സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. Assignment that I have given you? Yes. Do you think the 3 L's can help women remove these blocks? That was the assignment that I have given you. And I have asked you to write your opinion or your comments. We have also shown you some expressions which you can use while writing comments or while stating your opinion also. A lot of students, they have... അവർ ടീച്ചർ തന്ന വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ വുമൻ്റെ കോൺട്രിബ്യൂഷനെ ബ്ലോക്ക് ചെയ്തതിനെ കുറിച്ചിട്ട് നമുക്ക് എങ്ങനെ അത് മാറ്റാം എന്നതിനെ കുറിച്ചിട്ട് എഴുതാനായിരുന്നു, ആ 3 L'സിനെ കുറിച്ചിട്ട്. അപ്പോൾ എന്താണ് നമ്മൾ അത് എഴുതുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ കമൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒപ്പീനിയൻസ് എന്താണെന്നൊക്കെ എഴുതാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ആ ചെറിയൊരു കമൻസും ഒപ്പീനിയൻസും ഒക്കെ ടീച്ചർ ആദ്യം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവും. Sent their assignment to us. Here you can see those assignments. Shall we read one? Yes? Right. In my അപ്പോൾ ടീച്ചറിന് ഇതുപോലെ കുറേ കുട്ടികൾ അസൈൻമെൻറ്റ്സ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു അസൈൻമെൻറ്റ് ഇപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. opinion, the 3 L's can change the lives of women and help them to achieve more goals by overcoming the consequences. Here, the 3 L's denote to learning, labor, and leadership. Through learning, women get a platform for exploring their potential. Learning offers them
good and a variety of jobs which help them to achieve a good status in the society. Through labor, women could contribute their part to the economy of the country. These also help us to understand the financial contribution of women to support our economy. They could also take up higher positions in certain companies. Women could hold higher positions in our society and make us clear about their leadership quality. In my opinion, women have more leadership quality as they are maintaining the balance in each and every house in our country. Nowadays, women have the potential to run an organization or hold a position as ministers or other superior officers. Therefore, if these 3 L's are provided to women, they could do wonders in our world. They could show their potential and how essential is their part in the society. Now tell me, how about this? She has written it wonderfully well, right? Yes. Almost she has added many of her points in her assignment also. So children, if you want to add any points which you have left out, you can. And if you have written it wonderfully well, then it is very, very good. അപ്പോൾ ടീച്ചറിന് കിട്ടിയ ഒരു അസൈൻമെൻറ്റ് ഇപ്പോൾ നമുക്ക് കാണിച്ചു തന്നു. അതിൽ ആ കുട്ടി നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ഓരോ വേർഡ്സും ആയിക്കോട്ടെ, അതിൽ ഓരോ ഉപയോഗിച്ച വേർഡ്സും ഒക്കെ നല്ല മനസ്സിലാവുന്ന രീതിയിൽ കുറേ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ കുട്ടി എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പോയിൻറ്റ്സ് മാറ്റിയിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അതല്ല നിങ്ങൾ എഴുതിയത് നല്ലതാണ്. Okay? Yes. So now, let's see the 3 L's in detail. Children, imagine that there is a ladder over here. And on top of the ladder, you can find the word empowerment. Okay. And the task for you is to reach on top of this ladder. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആ 3 L'സിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ടീച്ചർ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഒരു ലാഡർ, ഒരു കോണിയായിട്ട് ടീച്ചർ താരതമ്യം ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഈ കോണിയുടെ മുകളിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് എംപവർമെൻറ്റ് എന്ന് കാണാം. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ആ എംപവർമെൻറ്റ് എന്നുള്ള അടുത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമുക്ക് ടാസ്ക്. If you reach the top, you can be empowered. Okay? For that, you have to climb this ladder step by step. And down there you can find the first step, which is the first step to empowerment. Right. Learning. അപ്പോൾ നമ്മൾ ആ ടോപ്പിൽ എത്തി കഴിഞ്ഞാൽ നമ്മളൊരു എംപവറായി. അപ്പോൾ ആ എംപവർമെൻറ്റ് എന്നുള്ള ആ ടോപ്പിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോണിപ്പടികൾ ഓരോന്നായിട്ട് കയറണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറുന്നത് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ലേണിങ്ങിൽ നിന്നാണ് തുടങ്ങുന്നത്. Learning is the first thing or first step to empowerment. Okay? Before that, we'll watch a video. And I'm sure that this video will give you an answer if learning can empower women or not. Okay? So, shall we watch the video? Yes. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ലേണിംഗ് കൊണ്ട് എംപവർമെൻറ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ അതിനു മുമ്പ് ടീച്ചർ ഒരു വീഡിയോ നമുക്ക് കാണിച്ചു തരികയാണ്. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഈ ഒരു ലേണിംഗ് കൊണ്ട് വുമണ് എംപവർ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണും. ശ്രീധന്യ സുരേഷ് എന്ന സാധാരണക്കാരി IAS എന്ന തൻ്റെ സ്വപ്നം സ്വന്തമാക്കി. തരിയോട്, നിർമ്മല, സെന്റ് മേരീസ് തുടങ്ങിയ സ്കൂളുകളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസവും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തരിയോട് നിന്ന് +2 പഠനവും പൂർത്തിയാക്കി. അവൾ കോഴിക്കോട്
ദേവഗിരി കോളേജിലേക്ക് സുവോളജി പഠനത്തിനായി ചുരമിറങ്ങി. ഉയർന്ന മാർക്കോടുകൂടി ബിരുദം പൂർത്തിയാക്കി 2014 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാലം ക്യാമ്പസിൽ നിന്നും അപ്ലൈഡ് സുവോളജിയിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി. You have watched the video and I know that you know this powerful, strong lady also. Yes, she is Sridhanya IAS, right? Now, tell me, she has achieved her dreams, right? What has made her to do that? And tell me, what has made her to raise her opinion? Can you tell me? You have seen here a lady who is transformed in a very good manner. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് ശ്രീധന്യ IAS. അപ്പോൾ അവർ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ഒരു പൊസിഷനിൽ എത്തിയത്. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു. അവർക്ക് ഈ പൊസിഷൻ കിട്ടാൻ വേണ്ടി കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡിയാണ് ശ്രീധന്യ. കുറേ കാര്യങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവരെ പൊസിഷനിലേക്ക് എത്തുക ചെയ്യുന്നത്. അവർക്ക് വളരെയധികം നല്ലൊരു അവർക്കൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ തന്നെ ഉണ്ടായിരുന്നു അവരെ ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഒരുപാട് പഠിക്കുകയും ആ ഒരു ഗോളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. She has given us her family background, where she is from, all those details, right? Actually, she hails from a remote village in Wayanad. And she could achieve her dream. How? How is that possible? Yes, she has received good education, isn't it? അപ്പോൾ ഈ കുട്ടി ഒരു വയനാട്ടിലെ ആദിവാസി ഗ്രാമത്തിലുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ അവരെ ആ ഒരു ഡ്രീമായ IAS എന്നുള്ള ആ ഡ്രീമിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവർ എത്തിച്ചേരുന്നത്? ത്രൂ ലേണിംഗ്, പഠിത്തത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് അവർ ആ ഡ്രീമിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലേണിംഗ് കൊണ്ട് ഒരു എംപവർമെൻറ്റ് സാധിക്കുമെന്നാണ്. Her family has supported her to get good education too. That is why she could be in such a position now. And so we can of course say that she is an empowered lady. Right? Yes. അവരെ ഫാമിലി അവരെ നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി അവരെ ഫാമിലി അവരെ നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടിയത് കൊണ്ട് അവർക്ക് അവരെ ഒരു ഡ്രീമിൽ എത്തിച്ചേരാൻ തന്നെ സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഷീ ഈസ് ആൻ എംപവേർഡ് ലേഡി എന്ന്. Children, now this is where the importance of learning lies. Learning is of course the foundation for change. That is what Christine Lagarde also says. Now, shall we read the second paragraph together? അപ്പോൾ എന്താണ് കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ പറയുന്നത് ഒരു ഫൗണ്ടേഷനാണ്. എഡ്യൂക്കേഷൻ ഇല്ലാതെ നമുക്കൊന്നും തന്നെ സാധിക്കില്ല. നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടിയാൽ നമുക്ക് എംപവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് എൻ്റെ കൂടെ ഈ പാരഗ്രാഫ് വായിക്കുക. Come on, let's read. First, about learning. Education is the foundation upon which any change is built. Learning helps women to help themselves and break the shackles of exclusion. Nowhere is this more essential than in the developing world. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. Yes,
paragraph, Christine Lagarde points out a very important thing related to learning. Can you tell me what is that? Yes, learning is the foundation upon which any change is built. How is that? How can learning bring about a change? അപ്പോൾ ഈ പാരഗ്രാഫ് നമ്മളെല്ലാവരും ഒരുമിച്ച് വായിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പാരഗ്രാഫിൽ മെയിനായിട്ട് ക്രിസ്ത്യൻ ലഗാർഡ് പറയുന്നത് ലേണിംഗ് ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ് എന്നാണ്. ലേണിംഗ് കൊണ്ട് നമുക്ക് ഒരു ചേഞ്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ലേണിംഗ് കൊണ്ട് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. Yes. The answer you can very well get from the video which we have seen. We have seen that how learning has changed the life of Sridhanya IAS. Of course, her family, her lifestyle has changed. Her viewpoints might have changed. Yes. So, it is sure that learning can bring about a lots of change in women. അപ്പോൾ അതിനുള്ള ആൻസർ നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ തന്നെ ഉണ്ട്. ശ്രീധന്യ IAS. അപ്പോൾ അവർ പഠിച്ച് IAS ആയി. അപ്പോൾ അവർ IAS ആയപ്പോൾ അവരെ കാഴ്ചപ്പാടുകൾ തന്നെ മാറി, അവരെ ഫാമിലി മാറി, അവരെ എഡ്യൂക്കേഷൻ സ്റ്റൈൽ തന്നെ മാറി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തന്നെ അവർക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ തുടർന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കും ഓരോ ചേഞ്ച് വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ലേണിംഗ് കൊണ്ട് ഒരു വിമണിന് ചേഞ്ച് ആവാൻ പറ്റുമെന്നുള്ളത്. That is why we say that education is very, very necessary. We have to provide education to women. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എഡ്യൂക്കേഷൻ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിമൻസിന് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. Children, you might have a question that why we are discussing such a topic here. In Kerala, we, the women, are receiving good education. And what is the purpose of discussing such a thing? I know you have that question. But children, Kerala or the Keralites are very fortunate that we receive here, the women receive good education, good and quality education. But when you go to North India or other parts of our nation or country, you can find some or the other women are left out. They are not receiving proper education. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് എന്ന്. നമ്മൾ കേരളത്തിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും വളരെ നല്ലൊരു വിദ്യാഭ്യാസം നമ്മുടെ ഗവൺമെൻറ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേരളീറ്റ്സിന് ഇങ്ങനെ നല്ലൊരു വിദ്യാഭ്യാസം കിട്ടുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ പഠിക്കുന്നത്, ഈ ലേണിങ്ങിനെ കുറിച്ച് പഠിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യൻസ് ആയിക്കോട്ടെ മറ്റുള്ള സ്ഥലത്തുള്ളവരായിക്കോട്ടെ അവിടെയുള്ള കുറച്ച് പെൺകുട്ടികൾക്ക് ലേണിംഗ് എന്നുള്ള ഒരു സംഭവം കിട്ടുന്നില്ല, അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അപ്പോൾ കുറേ പേർക്ക് അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് തന്നെ. So, അവർക്കും കൂടി എഡ്യൂക്കേഷൻ കിട്ടിയാൽ, if they are also included or if they are also provided with better education, like Christine Lagarde has told us, women could contribute a lot to the economy of the nation. Do you understand? Do you agree with what I told you now? Yes?
Okay. So, children, education is very, very necessary. അപ്പോൾ അവർക്കും കൂടി എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ തന്നെ ക്രിസ്ത്യൻ ലെഗാർഡ് പറഞ്ഞ പോലെ നമുക്ക് അവിടെ എക്കോണമിക് ഗ്രോത്ത് തന്നെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടാവും ഒരു എഡ്യൂക്കേഷൻ എത്രത്തോളം നെസസറി ആണ്, അത് എത്രത്തോളം അതിനെക്കുറിച്ച് അത് നമുക്ക് ഉപകാരപ്രദമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. Now, here, Christine Lagarde suggests that if you provide education to women, they can break the shackles of exclusion. Have you seen that sentence? Second paragraph? Right. Now tell me, what are these shackles or chains? And they are excluded also. Why is it so? Or what are these shackles? Can you find any shackles? Yes. There are many things which you can point out, right? Yes. Actually, they cannot get into a better career, right? They cannot raise their opinion. They are not getting enough respect in the society. All these are many kinds of shackles which we can say. അപ്പോൾ ടീച്ചർ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വിമൻസിന് ലേണിംഗ് ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സെക്കൻഡ് പാരഗ്രാഫിൽ ആ ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു ഷാക്കിൾസ് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ആ ഷാക്കിൾസ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്തൊക്കെയാണ് ഷാക്കിൾസ് എന്നുള്ളത്. നല്ലൊരു കരിയർ കിട്ടുന്നില്ല, പിന്നെ അതുപോലെ തന്നെ റെസ്പെക്റ്റ് കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വുമൻസ് അനുഭവിക്കുന്നുണ്ട്. So, if we provide learning or education to women, they can of course break these shackles. അപ്പോൾ ഈ ഒരു ഷാക്കിൾസ് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ വുമൻസിന് കൊടുക്കുക എന്നുള്ളതാണ്. And we can include them also so that they can contribute to the economy of the nation. Okay? And we have seen the example also in the video how Sridhanya Suresh is empowered because she has received good education and support of her family. അപ്പോൾ ഈ ഒരു ഷാക്കിൾസ് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ലേണിംഗ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എഡ്യൂക്കേഷൻ ഒരു വുമൺ ഗേളിന് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് നേഷനിൽ എംപവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് 100% ഷുവറാണ്. അതിനുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിലുള്ള ശ്രീധന്യ. അവർക്ക് നല്ലൊരു പ്രോപ്പറായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടി, അതോടൊപ്പം തന്നെ അവരുടെ ഫാമിലി സപ്പോർട്ടും കൂടി ഉണ്ടായി. അങ്ങനെ അവർക്ക് നമ്മുടെ നേഷനിൽ എംപവർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതുപോലത്തെ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ നേഷനിൽ എംപവർ ചെയ്യാൻ പറ്റും. And she has told us that if you have the willpower, if you have the determination, of course you can achieve your dreams, right? So, here the saying, where there is a will, there is a way. You know that saying, right? Yes. It is very much suitable to this lady. Do you agree with me? Yes. Very good. അപ്പോൾ അവർക്കൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്കും തന്നെ ഇതുപോലെ ഒരു പൊസിഷനിൽ എത്തിയ തന്നെ സാധിക്കും. അപ്പോൾ അതിലൊരു ഫെയിം പറയുന്നുണ്ട്, വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. നമുക്ക് എവിടെ ഒരു കാര്യം നമുക്ക് സാധിക്കാൻ കഴിയുന്നു അങ്ങോട്ട് അതിനുള്ളൊരു വഴി തന്നെ ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ ശ്രീധന്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ നല്ലൊരു എക്സാമ്പിൾ തന്നെ നമുക്കായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ
കുട്ടികൾക്ക് ഇതുപോലെ നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ നേഷനിൽ എംപവർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. Okay, so children, that's a very beautiful saying, right? Where there is a will, there is a way. Now tell me, there is another saying you can find in the second paragraph. Can you identify that saying? That adage? Now you might have spotted the answer. Yes? Very good. That is the African adage that Christine Lagarde emphasizes here. Now, what is the African adage? Can you read it? Yes, come on. What is it? If you educate a boy, you train a man. And if you educate a girl, you train a village. Wonderful saying, right? Here, അപ്പോൾ ഈ ഒരു സെയിം പറയുന്നത് പോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ ലെഗാർഡ് നമ്മുടെ ചാപ്റ്ററിൽ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു സംഭവം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഞാൻ പറയാൻ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു ആഫ്രിക്കൻ അഡാച്ച്, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. ഇതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളൊരു ബോയിനെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബോയ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു മെന്നായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ആ ഒരു എഡ്യൂക്കേഷൻ ട്രെയിൻ ചെയ്യാൻ പറ്റിയ ഒരാളായിട്ടാണ്. പക്ഷേ ഒരു ഗേൾ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ട്യൂഷനൊക്കെ വെച്ചിട്ട് ഒരു ഹോൾ വില്ലേജിന് ട്യൂഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ കുറേ പേരിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടും ഒരു ഗേളിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് ഇപ്പോൾ ടീച്ചർ പറയുന്നത്. ബോയിനെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതെന്നല്ല, ബോയ്സിനെ എഡ്യൂക്കേറ്റഡ് വേണം. പക്ഷേ ഒരു ഗേളിനെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു വില്ലേജിൽ തന്നെ ഒരു ഗുണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. Christine Lagarde is stating a difference over here about educating a boy and educating a girl. Can you tell me what is the difference? If you educate a boy, what happens? Yes, if you educate a boy, that particular man or boy is trained. Isn't it? Yes. Or he alone receives that benefit. But what will happen if you educate a girl? Very good. If you educate a girl, you are training a village. Wow. That's the biggest thing. That's the difference. Now, can you tell me, how does that happen? If you educate a girl, how a whole society is trained? Can you tell me that? Yes. Because, you know, children, generations are created by women. Only if there is a woman, you can create generation. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടീച്ചർ ഇപ്പോൾ ആ ഒരു അഡാജിനെ കുറിച്ച് പറയുകയാണ്. ബോയ്ക്ക് എഡ്യൂക്കേഷൻ കൊടുത്താലും ഗേളിന് എഡ്യൂക്കേഷൻ കൊടുക്കാൻ തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മളൊരു ബോയ്ക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ മാത്രമേ ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ഗേളിന് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു വില്ലേജിനെ തന്നെ ട്രെയിൻ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗേളിന് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ വില്ലേജിനെ ട്രെയിൻ ചെയ്യാമെന്ന് പറയുന്നത്? അത് വേറെ ഒന്നും ഉണ്ടെന്നല്ല, ഒരു ജനറേഷൻ ഉണ്ടാകുന്നത് തന്നെ ഒരു വിമൺ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വിമൺ ഇല്ലാതെ ഒരു ന്യൂ ജനറേഷൻ തന്നെ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ക്രിസ്ത്യൻ ലെഗാർഡ്. And she is the one who shares whatever she has. If she receives education, she shares that with her children, with her relatives, or who all are connected with her. It spreads like that. If you educate a boy, it
it is confined to only that particular person. That is why Christine Lagarde has given us such a saying here. Isn't that wonderful? അപ്പോൾ അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗേളിന് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ആ ഗേളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആ ഗേള് അവർക്ക് കിട്ടിയ ഒരു വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കുക ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് കുറേ പേരിലേക്ക് ഒരു വിദ്യാഭ്യാസം എത്തിക്കാൻ കഴിയും. പക്ഷെ ഒരു ബോയിൽ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു പർട്ടിക്കുലർ ആ ഒരു പേഴ്സണിൽ തന്നെ ഒതുങ്ങി നിൽക്കുക ചെയ്യുക. അത് നമുക്ക് വളർത്തിയെടുക്കാൻ വേറെ മറ്റുള്ളവർക്ക് ഷെയറിങ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ക്രിസ്റ്റീൻ ലഗാർഡ് ഇങ്ങനത്തെ ഒരു അഡാജ് നമ്മളോട് പങ്കുവെക്കുന്നത്. So, children, now you have understood that why learning is this much important, or how learning can empower women, or why we always say that we should provide good education to women. So, we have climbed up the first step. That means we are nearing to empowerment, isn't it? അപ്പോൾ നമ്മളിപ്പോൾ ലേണിങ്ങിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എത്രത്തോളം ലേണിങ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കെല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾ നമ്മളിപ്പോൾ നമ്മുടെ ആ ഒരു കോണിപ്പടിയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് കയറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എംപവർമെൻറ്റ് എന്നുള്ള ഒരു ടോപ്പിലേക്ക് എത്താറായി കഴിഞ്ഞിരിക്കുന്നു. Yes. So now it's time for assignment. Ready? Children, take your notebooks and write down. We have read the African adage. If you educate a boy, you train a man. If you educate a girl, you train a village. Do you agree to this statement? This is your question. What you have to do is post your comments in your class WhatsApp group and have a discussion with your teacher. Okay. അപ്പോൾ നമുക്കൊരു ടീച്ചറോട് അസൈൻമെൻറ്റ് തരികയാണ്. അപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ അഡാജ് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മെൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു പാരഗ്രാഫ് എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു കൊടുത്ത് ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് തന്ന അസൈൻമെൻറ്റ്. So be safe, be happy. Let's meet soon. Thank you. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരികൾക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ഇതുപോലത്തെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാവർക്കും ഓളിൽ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു ക്ലാസ്സിലായിട്ട് എത്തുന്നതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.